നമസ്കാരം, ബിജു ദേവരാജാണ്. വളരെ സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയെ കുറിച്ചാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ 1991 മാംഗ്ലൂർ എന്നുള്ളൊരു ഒരു ഒരു എഴുത്തോടു കൂടിയിട്ടാണ് സിനിമ തുടങ്ങുന്നത്. കഥ നടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് മാംഗ്ലൂരിലെ ഒരു ക്ലബ്ബാണ്. ഈ ക്ലബ്ബിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ, അവിടേക്ക് വരുന്ന ഒരു എന്താ പറയണ്ടേ, വളരെ നമ്മൾ അതിനകത്ത് എടുത്തു പറയേണ്ടുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ദയാനന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അവിടെ ഒരു പാട്ട് പാടാൻ മലയാളികളായ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റ് ഈ കഥ മൊത്തം റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബിലേക്ക് എത്തിക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ കണ്ണൂർക്കാരൻ വിനീതിനൊക്കെ കാണിക്കുന്നുണ്ട്. വിനീത് ഒരു സിനിമാ നടൻ എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഈ റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഈ ക്ലബ്ബുമായിട്ട് ഒരു ലിങ്ക് വരികയാണ് ഈ കഥക്ക്. അത് വരുന്നതോടുകൂടി ഈ കഥയുടെ ഒരു മാനം വേറെ രീതിയിലേക്ക് മാറുകയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ സിനിമ ഒരു ആർട്ട് ആക്ഷൻ മിക്സ് എന്ന് പറയാം. വളരെ കലാപരമായ രീതിയിൽ ആക്ഷനെ എങ്ങനെ മിക്സ് ചെയ്തെടുത്തു എന്ന് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അപ്പം ആ രീതിയിലാണ് ഈ സിനിമയുടെ മേക്കിംഗ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രത്തോളം നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വെടിക്കെട്ട്, ഒരു മാലപ്പടക്കത്തിന് തീ വെച്ചതുപോലെ ഇങ്ങനെ ചെറിയ രീതിയിൽ പൊട്ടി അതിങ്ങനെ അതിൻ്റെ ഒരു വളരെ തീവ്രമായ രീതിയിലേക്ക് ഇങ്ങനെ സ്ഫോടനം നടക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ പേര് പോലെ തന്നെ അതിൻ്റെ ഒരു മേക്കിങ്ങും വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ തന്നെയാണ് സിനിമ പോകുന്നത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. അവരെ പരിചയപ്പെടുത്താനുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് പരിചയപ്പെടുത്തുന്ന എനിക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. റൈഫിൾ ക്ലബിലേക്ക് എത്തുന്നതോടുകൂടി നമ്മുടെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അവിടെ ഉണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ ഒട്ടുമിക്ക ദർശന, വാണി വിശ്വനാഥ്, അതുപോലെ തന്നെ നമ്മുടെ ദിലീഷ് പോത്തൻ, പിന്നെ അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുള്ള ഒരു സിറ്റുവേഷനാണ് ഈ റൈഫിൾ ക്ലബിൽ നമ്മൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരു പ്രത്യേക ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നായക കഥാപാത്രം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ഒരാളൊന്നുമില്ല. ദിലീഷ് പോത്തനെ വേണമെങ്കിൽ നായകൻ എന്നൊക്കെ പറയാമെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്തൊരു നായക കഥാപാത്രത്തിലേക്ക് എത്തുന്ന രീതിയിലല്ല സിനിമ പോയിരിക്കുന്നത്. സംഭവങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ ഇൻസിഡന്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്, നിലവിൽ നടക്കുന്ന ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അത് വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്ക് എന്ന് വെച്ചാൽ വളരെ വളരെ നന്നായിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു അത്രയും നന്നായിട്ട് തന്നെ ആർട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഓരോ സീനും ക്യാമറ ചെയ്തിരിക്കുന്നതും അത് നമുക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ക്യാമറയും കൊണ്ടുപോയിരിക്കുന്നത്. ആഷിഖ് കപൂർ തന്നെയാണ് ഇതിൻ്റെ ക്യാമറയും ചെയ്തിരിക്കുന്നത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണ മധ്യേ ദ്വയാർത്ഥങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും അത് രസകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്ട്രക്ചർ ഓഫ് മേക്കിംഗ്, ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, എന്താ പറയണ്ടേ, നമ്മുടെ സ്ക്രിപ്റ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് വളരെ നന്നായിട്ട് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഈ സിനിമ ഒരു ഡയറക്ടോറിയൽ സിനിമ എന്ന് പറയാം. കാരണം ഒരു പ്രത്യേക സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു ദിവസത്തെ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളെ മാത്രം കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സിനിമയാണ്. ഞാൻ എപ്പോഴും സിനിമയെ കാണുന്നത്, എനിക്കൊരു സിനിമ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ സിനിമ ലോജിക് സെൻസ് ഉണ്ടാവണമെന്നുള്ളതുണ്ട്. അത് കറക്റ്റായിട്ടുള്ള ലോജിക്കിൽ പോകണം. ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ അതിനകത്ത് ലോജിക്ക് ഇല്ലാതെ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ നമുക്ക് ആ സിനിമ ആസ്വദിക്കാം. അതിന് ഇനി ക്യാമറ നല്ലതാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ അതിൻ്റെ ഡയലോഗ്സ്, പ്രസന്റേഷൻ, അഭിനയം ഇതൊക്കെ നല്ലതാണെങ്കിൽ പോലും ലോജിക്കില്ലാത്തൊരു സിനിമ ഉൾക്കൊള്ളാൻ എന്നിലെ പ്രേക്ഷകന് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു പലർക്കും ഈ ലോജിക്ക് ഇല്ലാത്ത സിനിമകളെ ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കും. ആ ഏരിയയിൽ ഈ സിനിമയ്ക്ക് കറക്റ്റായിട്ടുള്ള ലോജിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓരോ സീന് കാണിക്കുമ്പോഴും ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രോ ചെയ്യുന്ന അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന പല സീനുകളും പിന്നീട് അത് എന്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്തു എന്ന് നമുക്ക് പിന്നീട് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഓരോ സീനിനും അതിന് പ്രാധാന്യമുണ്ട്. ഓരോ ഘട്ടങ്ങൾ കഴിയുമ്പോഴും ആ ഫസ്റ്റ് കാണിച്ച സീൻ എന്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് വെച്ചു എന്ന് നമുക്ക് പിന്നീട് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത്രത്തോളം കണക്കാക്കി കറക്റ്റായിട്ട് വളരെ ലിങ്ക് ചെയ്തിട്ട് ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, വളരെ രസകരമായി തന്നെ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ
വളരെ നല്ല രീതിയിൽ ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു ക്ലാസിക്കൽ ആക്ഷൻ പടം എന്ന് പറയാം. ഒരു ക്ലാസിക്കൽ ആക്ഷൻ പടം എന്ന് പറയാം ഈ സിനിമ. അങ്ങനെ ഓരോ എലമെന്റും ഓരോ സിറ്റുവേഷനും വളരെ ഭംഗിയായിട്ട് വളരെ കണക്കുകൂട്ടലോടുകൂടി വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് സിനിമ നോക്കുമ്പോൾ പ്രൊഫഷണലി മേക്കിംഗ് ആണ്, അത് പറയാനില്ല. കാരണം ആഷിഖ് അബു ആണ്. പക്ഷെ ആഷിഖ് അബു എനിക്ക് തോന്നുന്നത് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എനിക്ക് തോന്നുന്നു ഇതാണ്. ഇതിനകത്ത് വയലൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വയലൻസ് ഉണ്ട്, വെടിവെപ്പുണ്ട്, കൊലപാതകങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഫാമിലിയായി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. കാരണം അതിന്റെ ഒരു മേക്കിംഗ് ആ രീതിയിലാണ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്ന ഒരു ക്ലാസ് രീതിയിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു ഫാമിലി ആയിട്ട് കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നില്ല. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ക്രിസ്തുമസിന് നമുക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് റൈഫിൾ ക്ലബ്ബ്. കണ്ട് ആസ്വദിക്കാൻ പറ്റും.